വിശ്വാമിത്രൻ എന്ന് പറയുന്ന മഹർഷിയിലൂടെ അത് നമ്മളിലേക്ക് അദ്ദേഹം ദ്രഷ്ടാവാണല്ലേ. വിശ്വാമിത്രൻ ഗായത്രിയുടെ ദ്രഷ്ടാവാണ്, കണ്ടെത്തിയാണ്. അപ്പൊ ആ ദർശനം അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് മനുഷ്യബോധത്തിലേക്ക് ഇറങ്ങി വന്ന അവലോകനം ചെയ്ത ദിവസമാകാൻ ഗായത്രിയുടെ ജയന്തി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അന്നാണ് മനുഷ്യനത് ബോധ്യപ്പെട്ടത്. ഇതുപോലത്തെ ദിവസമാണ് ഗുരുത്വാകർഷണം മനുഷ്യനെ ബോധ്യപ്പെട്ടത്, റിലേറ്റിവിറ്റി തിയറി ബോധ്യപ്പെട്ടത്. അതുപോലെ മനുഷ്യന് ബോധ്യപ്പെട്ടു ഇങ്ങനെ ഒരു അപാര സാധ്യത നമ്മുടെ ആന്തരിക യാത്രയിൽ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോകുമ്പോൾ ഈ ഒരു മന്ത്രത്തിന്റെ സഹായത്തോടെ നമ്മുടെ അന്തർജ്ഞാനത്തെ സപ്തവ്യാകൃതികൾ, ഏതാണ് സപ്തവ്യാകൃതികൾ? ഭൂർഭുവ സുവ മഹതാപ ജന സത്യം, ഇങ്ങനെയുള്ള സപ്തവ്യാകൃതി, ഓരോ വ്യാകൃതികളിലൂടെ പോകുന്നതോറും നമ്മുടെ ബോധത്തെ ഒരു തലത്തിൽ നിന്ന് മറ്റു തലത്തിലേക്ക് ഇങ്ങനെ മാറി മാറി യാത്ര ചെയ്യിക്കുവാൻ കഴിയും എന്ന പോസിബിലിറ്റി വിശ്വത്തിന്റെ മിത്രമാണ് വിശ്വാമിത്രൻ. അദ്ദേഹം അനന്തമായ തപശക്തി ഉണ്ടായിരുന്ന ഒരാളായിട്ട് നമുക്കറിയാം അല്ലെ. വിശ്വാമിത്രനും വസിഷ്ഠനുമായിട്ടുള്ള കഥകൾ നമ്മുടെ ഒരുപാട് കഥകൾ നമുക്ക് അറിയാമായിരിക്കും. ഇവർ തമ്മിലുണ്ടായിരുന്ന ഒരു സംഘർഷം, അതിന്റെ പലപ്പോഴും വിശ്വാമിത്രൻ രാജാവായിരുന്നു, രാജർഷിയായിരുന്നു. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, കാമധേനു അല്ലെ. അതിന്റെ ഒരു കാമധേനുവാണോ നന്ദിനിയാണോ? കാമധേനുവിന്റെ സഹായത്തോടുകൂടി വിശ്വാമിത്രൻ എന്ന് പറയുന്ന മഹാരാജാവിന്റെ പരിവാരങ്ങൾക്കും എല്ലാം വസിഷ്ഠൻ ഊട്ടിയപ്പോൾ താൻ ഇത്രയും വലിയൊരു രാജാവും വലിയ ആളായിട്ടും തപശക്തിയുടെ മുന്നിൽ തനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് തന്നെക്കാളും അല്ലെങ്കിൽ രാജ അല്ലെങ്കിൽ അധികാര ക്ഷാത്രം എന്ന് പറയുന്നതിന്റെ അപ്പുറമായിട്ട് ഇവിടെ ശക്തിയുണ്ട്, തപശക്തിയുണ്ട് എന്ന് മനസ്സിലായി. അതിനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരാളായിരുന്നു വിശ്വാമിത്രൻ. അതുകൊണ്ട് തപസ് ചെയ്ത് പക്ഷെ ഈഗോ കുറഞ്ഞില്ല, അഹംബോധം തപസ് ചെയ്തെങ്കിലും കുറഞ്ഞില്ല. ആ അഹംബോധത്തിന്റെ കാരണമായിട്ടാണ് പിന്നീട് എന്ത് വരുന്നത്, ഒരു ആരാണ് നമ്മുടെ ഒരു തൃശങ്കു രാജാവ് അല്ലെ. തൃശങ്കു രാജാവ് സ്വർഗത്തിൽ പോകണമെന്ന് പറയും, വിശ്വാമിത്രൻ സഹായിക്കും, ദേവതകൾ തള്ളിയിടും. ഇവിടുത്തെ തൃശങ്കു സ്വർഗം അവിടെ ഇവിടെ പോകുന്നതിന് വിശ്വാമിത്രൻ എന്ത് ചെയ്തു, തന്റെ പവർ കൊണ്ട് തൃശങ്കു സ്വർഗം ഉണ്ടാക്കി അവിടെ അദ്ദേഹത്തെ. അപ്പൊ ഇങ്ങനെ ഇതിലൂടെ എല്ലാം സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത് ദ പവർ ഓഫ് തപസ്. അതേ വിശ്വാമിത്രനാണ് ഗായത്രി ദർശിച്ചത്, വിശ്വത്തിന്റെ മിത്രമായ മാറി ഗായത്രി ദർശിച്ചത്. അപ്പൊ ഗായത്രി ദർശിച്ചു, ഗായത്രി നമുക്ക് തന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലാം മിത്രമായ വിശ്വാമിത്രനായ ഗുരുവിനെ നമുക്ക് ഈ ദിവസം ആദ്യമായിട്ട് സ്മരിക്കാം.